നമസ്തേ, എൻ്റെ പേര് വിഘ്നേഷ്. കൊല്ലമാണ് സ്വദേശം. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ബഹ്റൈനിലാണ്. ഒരു ബാങ്കിങ് കൺസൾട്ടൻ്റാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു കോഴ്സ്, അതെൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം, ആ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ്. 12 കൊല്ലം മുമ്പാണ് ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ YLTP എന്നൊരു കോഴ്സ് ചെയ്യുന്നത്. അതെൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം, എൻ്റെ കരിയറിലുണ്ടാക്കിയ മാറ്റം, ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന ആ ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ അച്ചീവ് ചെയ്തേക്കുന്ന ഹൈറ്റ്സ്, അതെല്ലാം ആ ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ ഒരു YLTP എന്നൊരു ആ കോഴ്സിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ചെയ്യുന്നതിൻ്റെ ഉപകാരം പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കാം അനുഭവങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ആ കോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്നോടൊപ്പം 50ഓളം കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ യങ്സ്റ്റേഴ്സ്. ഇത് ആക്ച്വലി ഒരു യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. 18 വയസ്സ് തൊട്ട് മുകളിലേക്കുള്ള ആൾക്കാർ ചെയ്യുന്നൊരു കോഴ്സാണ്. ഓൺലി ഫോർ യൂത്ത്, യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഒരു 8 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം. അതിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ടാണ് പോയത്. കാര്യം ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുക, ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് 8 ദിവസം താമസിച്ച് എങ്ങനെ ഈ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. കാര്യം ഞാൻ അങ്ങനെയൊന്നും പോയി എവിടെയും നിന്ന് അങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒന്നും അറ്റൻഡ് ചെയ്ത ഒരാളല്ല. ഞാൻ NCCയോ അല്ലെങ്കിൽ NSS പോലുള്ള ക്യാമ്പുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എങ്ങനെ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയത്തോടു കൂടിയൊക്കെയാണ് ഞാൻ ആദ്യം അവിടെ പോയത്. പക്ഷേ ചെന്ന് ആ കോഴ്സ് തുടങ്ങിയ സമയം തൊട്ട് തീരുന്ന 8 ദിവസം പോയത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ നിമിഷവും ഞാൻ എണ്ണി തീർത്തതുപോലെയായിരുന്നു തുടക്കം. ഒരു ആദ്യത്തെ 2-3 ദിവസം കുറച്ച് പ്രയാസപ്പെട്ട് ഞാൻ മുന്നോട്ട് പോയെങ്കിലും പിന്നീടാണ് ഞാനത് മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളമാണ് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടെ പോകുന്ന ഓരോ പ്രോസസ്സുകൾ, അവിടെ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സുകൾ, അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫ്യൂച്ചറിൽ അനുഭവിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രയാസങ്ങളായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന സ്ട്രഗിൾസിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓരോ പ്രോസസ്സിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയും അതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നുള്ളതിനെ, അല്ലെങ്കിൽ നമുക്കതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ മനക്കരുത്തും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആ 8 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചിറങ്ങുകയാണ്. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം. എനിക്കതിനകത്ത് ഉണ്ടായത്. ഞാൻ സഭാകമ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്കൊരു സ്റ്റേജിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഞാൻ പാട്ട് പാടുന്ന ഒരാളാണ്. എനിക്ക് പാട്ട് പാടാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഒരു 4 ആൾക്കാർ കൂടി നിൽക്കുന്ന സമയത്ത് എന്നോട് പാട്ട് പാടാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഒരു പക്ഷേ പിന്നീട് ഞാൻ ആ കോഴ്സിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് ആ കോഴ്സുകൾ മറ്റുള്ളവർക്കും കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി. ആരോടും സംസാരിക്കാതെ ഒരു സഭയെ ഫേസ് ചെയ്യാൻ പോലും സാധിക്കാതെ മടിയായിട്ടിരുന്ന, അല്ലെങ്കിൽ ആ പേടി, ഒരു ഭയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നീട് എൻ്റെ ജീവിതത്തിൽ നടന്ന മാറ്റങ്ങൾ അതിഭയങ്കരമായിരുന്നു. ഞാൻ ഒരുപാട് കോളേജുകളിൽ ടോക്ക് കൊടുക്കാൻ പോയി. കുട്ടികളോട് ഞാൻ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. 10, 400, 500 കുട്ടികളുള്ള വലിയ വലിയ വേദികളിൽ ഒരു മടിയും കൂടാണ്ട്, ഒരു ഭയവും കൂടാണ്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു കരുത്ത്, ഒരു സ്ട്രെങ്ത്, അതെനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. ആ ബിൽഡ് ചെയ്തത് ഒരു പക്ഷേ എനിക്ക് വേറെ ആരോടും നന്ദി പറയാൻ പറ്റത്തില്ല. ആർട്ട് ഓഫ് ലിവിങ് പ്രൊവൈഡ് ചെയ്ത ആ YLTP എന്ന് പറയുന്ന ആ ഒരു കോഴ്സിലൂടെ മാത്രമാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ആ കോഴ്സിന് കൊടുക്കും. ഒന്നത്, ആ കോഴ്സിലൂടെ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ എന്നെ തന്നെ ബിൽഡ് ചെയ്തെടുത്ത ആ ക്വാളിറ്റീസ് വെച്ചിട്ട് തുടർന്നും ഞാൻ ആ കോഴ്സിന് വേണ്ടിയിട്ട്, ആ കോഴ്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5-7 വർഷത്തോളം ഞാൻ ബഹ്റൈനിലേക്ക് പോകുന്ന സമയം വരെയും തുടർന്ന് ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ കോഴ്സുകൾ നിരവധി യുവാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു. ഞാൻ അതിൽ വർക്ക് ചെയ്ത് അതിനകത്തൂടെ ഓരോ കുട്ടികളെയും ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അവരുടെ ഒരു ഭാഗമായിട്ട് ഞാൻ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തടുത്ത് വരുന്ന ബാച്ചുകളെ നമ്മൾ ട്രെയിൻ ചെയ്യും. അങ്ങനെ ട്രെയിൻ ചെയ്യുന്നതിലൂടെയും എനിക്കുണ്ടായ അനുഭവത്തിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ഹോൾഡർ മാത്രമായിരുന്നു. ഒരു BCom പ്രൈവറ്റായിട്ട് ഡിസ്റ്റൻ്റായിട്ട് പഠിച്ച ഒരാളായിരുന്നു ഞാൻ പിന്നീട് കണ്ടത് വലിയ വലിയ മാറ്റങ്ങളായിരുന്നു. അതായത് ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ ഞാൻ പെർഫോം ചെയ്യുന്ന എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ സംസാരവും കൊണ്ട് മാത്രം പ്ലേസ്മെൻറ്റ് കിട്ടിയ ഒരാളാണ് ഞാൻ ബാങ്കിങ് കൺസൾട്ടൻ്റായിട്ട് പോയി. ബാങ്കിങ് കൺസൾട്ടൻ്റായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ബാങ്കിങ്ങിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ്, നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത്, അതാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഞാൻ YLTP ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് എൻ്റെ സ്കിൽ സെറ്റ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാലും
എനിക്ക് ആ ഫീൽഡ് പഠിച്ചെടുക്കാനും അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റുന്ന ഒരു സ്കിൽ എനിക്ക് ഉണ്ടായി വന്നത് ഞാൻ YLDP ചെയ്തതിന് ശേഷമാണ്. അതെൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഉപകാരപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് എനിക്ക് അത്രയും നല്ലൊരു പൊസിഷനിൽ നിൽക്കുകയും എൻ്റെ ഫാമിലിക്കൊക്കെ ഇത്രയും ഒരു റെസ്പെക്റ്റും ഒരു സ്നേഹവും നമ്മളോടൊക്കെ വന്നു തുടങ്ങിയത് ആ ഒരു ഒറ്റ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഞാൻ പറയും, എല്ലാ കുട്ടികളോടും ഞാൻ പറയും, YLTP എന്ന് പറയുന്ന കോഴ്സ് ചെയ്യണം. ഈവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജൂനിയേഴ്സിനോടാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, YLTP എന്നൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറുമെന്ന്. അതെൻ്റെ സ്വന്തം പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതലും അത്യാവശ്യമായിട്ടും കുട്ടികൾ ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണെന്ന് കൂടി ഞാൻ പറയും. നമ്മുടെ രാജ്യം ലോകത്തെ തന്നെ ഏറ്റവും കൂടുതലും യുവാക്കളുള്ള രാജ്യമാണ്. ഏകദേശം എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 50% യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ 140 കോടി ജനങ്ങളിൽ 50% യുവാക്കളാണ്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും ആ രാജ്യത്തിൻ്റെ യുവാക്കളാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമുക്ക് കാണാം, ഒരുപാട് ഇൻസിഡൻസാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അച്ഛനും അമ്മയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ, സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ തന്നെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ, വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അത് അവരുടെ തെറ്റല്ല. ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യവും അവൻ്റെ ചുറ്റുപാടുകളാണ് അവനെ അങ്ങനെ ആക്കി തീർക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളെല്ലാം, യുവാക്കളെല്ലാം ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോകണം. അവർ വൺസ് ഇതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഉറപ്പായിട്ട് മാറും. അവർ നാളെ രാജ്യത്തിൻ്റെ ശക്തിയായി മാറും. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും ചെയ്യുക. YLTP കോഴ്സ് എവിടെയുണ്ടോ അവിടെ പോയി നിങ്ങൾ ചെയ്യണം. താങ്ക് യു.